നടന്ന് നടന്ന് അവസാനം ഞാൻ അങ്ങനെ കോടമ്പക്കത്ത് ഞാൻ താമസിക്കുന്ന ഉമാ ലോഡ്ജിൻ്റെ വാതിലിൻ്റെ അവിടെ എത്തി ഉമാ ലോഡ്ജിലേക്ക് ഞാൻ നോക്കിയപ്പോൾ സ്വാമി അവിടെ മുൻവശത്തിരിപ്പുണ്ട്. എന്തായാലും സ്വാമി ഒരു 5 മണി 5:30 കഴിഞ്ഞാൽ സ്വാമി പോവും. അതുവരെ ഞാൻ ആ മതിലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തേക്കായിട്ട് പതുങ്ങി നിന്നു. അങ്ങനെ കുറേ കഴിഞ്ഞു, സ്വാമി പോയി. ഇനി അകത്തേക്ക് കയറാം എന്ന് വിചാരിച്ച് പതുക്കെ നടക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മുമ്പിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. അത് വേറെ ആരുമല്ല, എൻ്റെ വീട്ടിലെ പണിക്കാരനായ ആ കുഞ്ഞിപ്പേഞ്ഞൻ്റെ മകൻ അന്ന് വന്ന ആ വാസുവാണ് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. എൻ്റെ സപ്തനാഡികളും തളർന്നു. ഞാൻ ആ മയിൽക്കുറ്റിയിൽ തളർന്ന് അങ്ങനെ ഇരുന്നു. വാസു ഇങ്ങനെ എൻ്റെ അടുക്ക പറ്റിക്കൂടി നിൽക്കുന്നത് ഈ ലോഡ്ജ് ഉടമ അങ്ങാൻ കണ്ടാൽ അതോടുകൂടി എന്നെ പിടിച്ച് പുറത്താക്കും. മാത്രമല്ല, എന്നെ പുറത്താക്കുന്നതോടൊപ്പം തന്നെ അയാൾ പറയുന്ന ചീത്തകൾ മുഴുവൻ വാസു അറിയും. വാസു അത് നാട്ടിൽ അവൻ്റെ അച്ഛനായിട്ടുള്ള കുഞ്ഞിപ്പേഞ്ഞനോട് പറയും. കുഞ്ഞിപ്പേഞ്ഞൻ അത് എൻ്റെ അപ്പനോട് പറയും. എൻ്റെ അപ്പനായിട്ടുള്ള അപ്പൻ കുഞ്ഞിപ്പേഞ്ഞൻ്റെ മുമ്പിലൊക്കെ മുതലാളിയാണ്. ആ എൻ്റെ അപ്പൻ കുഞ്ഞിപ്പേഞ്ഞനെയൊക്കെ എങ്ങനെ നോക്കും? ഇന്നസെന്റ് ഏട്ടാ, ഞാനാ വാസു. എന്നെ മനസ്സിലായില്ലേ? ഞാനിത് 4ാമത്തെ തവണ വരുന്നത്. എന്തിനാ വാസു നീ എന്നെ അന്വേഷിച്ച് വരുന്നത്? സ്വാമിയുടെ കണ്ണിലെങ്ങാണ്ടം പെട്ട ഇന്ന് തന്നെ പിടിച്ച് പുറത്താക്കും. നീ വാ. അല്ല, നീ എന്തിനാ വന്നേ? കിൽപ്പാക്കിലൊരു ചായക്കടയിൽ ജോലി ചെയ്യാൻ ഞാൻ 6 മാസമായി. നാട്ടിൽ നിന്ന് ഇന്നാൾ കത്ത് വന്നപ്പോഴാ ഇന്നസെന്റ് ഏട്ടൻ ഇവിടെ താമസം എന്നറിഞ്ഞ് അന്നോട്ട് അന്വേഷിക്കുക. എന്തേ? കടയിൽ തന്നെ കിടപ്പ്. പല തരക്കാരാ കൂടെയുള്ളത്. കിട്ടണ കാശ് തലേണക്കിഴി വെച്ചപ്പോൾ അടിച്ചുപോയി. നിക്കറിൻ്റെ പോക്കറ്റിട്ട് കുളിച്ചു വന്നപ്പോൾ പോക്കറ്റോടെ പോയി. ഓണത്തിന് നാട്ടിൽ പോകുമ്പോൾ ഒരു തുകയായിട്ട് കൂട്ടി വെക്കാൻ ഒരു വിധത്തിലും സമ്മതിക്കില്ല. ഞാൻ ഉറങ്ങിയിട്ട് ദിവസം എത്രയാണെന്നറിയോ? ഞാനിപ്പോൾ എന്താ വേണ്ടേ? ഇവിടെ മുറി കിട്ടാനൊക്കെ വലിയ പാടാ, ഭയങ്കര വാടകയും. ഞാൻ അവിടെ തന്നെ താമസിച്ചോളാം. തിരി കാശ് കയ്യില്. അതിപ്പോൾ നീ ഇങ്ങനെ പെട്ടെന്ന് വന്ന് പറഞ്ഞ എൻ്റെ പണമൊക്കെ ഓരോ സ്ഥലത്തങ്ങനെ കിടക്കല്ലേ? അതല്ല ഇന്നസെന്റ് ഏട്ടൻ ചെയ്യേണ്ടത്. അല്ല, അതിൻ്റെ കാര്യം തന്നെ പറഞ്ഞത്. 650 റുപ്പിയുണ്ട്. മാസം തോറുള്ള ഞാൻ കൊണ്ടുതരാം. ഇവിടെ ആകുമ്പോൾ ഇന്നസെന്റ് ഏട്ടൻ്റെ കയ്യിൽ ഭദ്രമായിട്ടിരിക്കും. നാട്ടിൽ പോകുമ്പോൾ ഒരുമിച്ച് തന്നാൽ മതി. എത്ര രൂപ ഉണ്ടെന്നാ പറഞ്ഞേ? 650. നീ വിഷമിക്കണ്ട, ആദ്യമായിട്ടൊരു സഹായം ആവശ്യപ്പെട്ടതല്ലേ. ഞാനിതെൻ്റെ ബാങ്കിൽ ഇട്ടേക്കാം. പക്ഷെ പോകുന്നതിന് 1 മാസം മുമ്പെങ്കിലും പറയണം. ഞാൻ വല്ല ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് പോയാൽ നീ ചുറ്റിപ്പോവും. അത് ഞാൻ ഏറ്റു. നീ വാ, നമുക്കൊരു ചായ കുടിക്കാം. ഇന്ന് നൈറ്റ് ഷിഫ്റ്റാണ്. ഇപ്പൊ വിട്ട കൃത്യം എത്തും. ആശ്വാസം ഇതങ്ങ് ഏൽപ്പിച്ചപ്പോ സമാധാനമായിട്ട് കിടന്നുറങ്ങാലോ. ആശ്വാസം നിനക്കല്ല വാസു. നീ ഇന്ന് പ്രത്യക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ കിടപ്പ് ഫുട്പാത്തിലായേനെ.